ഇനി നമുക്കൊരു അയിലക്കറി ഉണ്ടാക്കിയാലോ. ഒരു വലിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി. ആദ്യം തന്നെ അതിൽ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കണ്ട സാധനങ്ങളെല്ലാം അതിലിട്ട് നന്നായി വഴറ്റുക. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ, നല്ല ഫൈനാവണ്ട, ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ 3 തക്കാളിയല്ലേ എടുത്ത് വെച്ചത്, ആ തക്കാളിയും കൂടി അതിലിട്ട് കൊടുക്കട്ടോ. തക്കാളി അതേപോലെ ഒരുപാട് ഉടയണ്ട, എന്നാലും ഏകദേശം ഒന്ന് വേവുന്ന വരെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഒക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. അത് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തോളി. അത് നന്നായി മിക്സാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്, ഞാൻ ഇട്ടില്ല. അപ്പം മസാലകളൊക്കെ നന്നായി വെളിച്ചെണ്ണയിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടില്ലേ, അതങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടില്ല ഇട്ടെടുത്തിട്ട് നന്നായി വെന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂട്ടി വെക്കി. വെറുതെ അയില കിട്ടുകയാണെങ്കിൽ ഒന്നിങ്ങനെ